2024 ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് കർശന നിയന്ത്രണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇലക്ഷൻ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും സജ്ജമാക്കാനും കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ നിരവധി ആളുകളെ സുരക്ഷാ സംവിധാനത്തിനായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ജൂൺ 4-ന് ലോക്സഭ ഇലക്ഷൻ ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം തുറക്കുമ്പോൾ പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എന്തു ചെയ്യണമെന്ന കാര്യങ്ങൾ ബോധവൽക്കരിക്കാനും യന്ത്രത്തിൽ കൃത്രിമം നടന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്താനായി കൗണ്ടിംഗ് ഏജന്റുമാർക്കുള്ള ചാർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് രാജ്യസഭാ എംപിയും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ. कंट्रोल यूनिट नंबर होगा, यहाँ बैलेट नंबर यूनिट होगा, ठीक है, और फिर पेपर सील होगी, उसकी पेपर सील होगी, वीवीपैट आईडी होगा. सो ये चारों चीजें കൂടാതെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ജൂൺ 4-ന് തന്നെയാണ് തുറന്നത് എന്ന് ഉറപ്പുവരുത്താനായി എങ്ങനെ ഈ ചാർട്ട് ഉപയോഗിക്കാമെന്ന വിശദ വിവരങ്ങളും കപിൽ സിബൽ ഞായറാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെക്കുറിച്ച് പത്രസമ്മേളനത്തിൽ പറഞ്ഞ നിർദ്ദേശങ്ങൾ ഇവയാണ്. കൺട്രോൾ യൂണിറ്റിന്റെ സീരിയൽ നമ്പറും ബാലറ്റ് യൂണിറ്റിന്റെ സീരിയൽ നമ്പറും വിവിപാറ്റ് ഐഡിയും ഉപയോഗിച്ച് ജൂൺ 4-ന് തന്നെയാണ് വോട്ടിംഗ് യന്ത്രം തുറന്നത് എന്ന് ഉറപ്പാക്കണം. ഇനി യന്ത്രത്തിലെ മൂന്നാമത്തെ നിര വളരെ പ്രധാനമാണ്. മെഷീൻ തുറക്കുന്ന സമയം മൂന്നാമത്തെ കോളത്തിൽ ജൂൺ 4, 2024 എന്ന് താഴെ എഴുതിയിരിക്കും. ഈ സമയത്തിലും തീയതിയിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ മെഷീൻ ജൂൺ 4-ന് മുൻപേ എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി മൊത്തം പോൾ വോട്ടുകൾ വരുമ്പോൾ ശ്രദ്ധാപൂർവം പരിശോധിക്കണം. കൂടുതൽ വോട്ടുകൾ എണ്ണുകയാണെങ്കിൽ കർശന നടപടി നേരിടേണ്ടി വരും. നിലവിൽ എല്ലാ കണക്കുകളും ഒത്തുനോക്കിയിട്ടാകണം റിസൾട്ട് ബട്ടൺ അമർത്തേണ്ടത്. പരിശോധന കഴിയാതെ റിസൾട്ട് ബട്ടൺ അമർത്തരുത്. ഇത്രയും കാര്യങ്ങളാണ് കപിൽ സിബൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളും ആദ്യം കോളം ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണമെന്നും അതിനുശേഷം മാത്രമാണ് യന്ത്രം തുറക്കേണ്ടതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇലക്ട്രോണിക് യന്ത്രത്തിൽ വോട്ട് ചെയ്ത സമയവും മറ്റു അടങ്ങുന്ന സുപ്രധാന വിവരങ്ങൾ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും സുരക്ഷിതമായി സൂക്ഷിക്കാൻ സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്നും കപിൽ സിബൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.